തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ വലിയ എന്തോ കിട്ടിയ പോലെയാണ് ഈ പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്വർണ്ണപ്പാളി വിഷയത്തെ. പക്ഷേ നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ കാല ലോക്കൽ ബോഡി ഇലക്ഷനിലേക്കൊക്കെ നോക്കിയാൽ മതി. ആ ഒരു സമയത്ത് സമകാലികമായി കൊണ്ടുവരുന്ന ഏതൊരു വിഷയവും അത് കേരളത്തിലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയായി മാറാറില്ല. ലോക്കൽ ബോഡിയിൽ വ്യക്തിബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ, പ്രാദേശികമായിട്ടുള്ള കണക്ഷനുകൾ, ഇതൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ UDF BJP ഹാൻഡിലുകൾ ഇവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ ഒരു വിഷയത്തെ എത്രമാത്രം എസ്കലേറ്റ് ചെയ്ത് എക്സാജറേറ്റ് ചെയ്ത് കൊണ്ടുവന്നാലും ഇവിടെ ജനമനസ്സിനെ ഒരു ഒരു തരി പോലും സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് 100% വ്യക്തമാണ്. അതിൽ ചിലപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ അതിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടായില്ലായിരിക്കും. പക്ഷേ നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെ ഉണ്ടായിരിക്കാം. സാധാരണ ചെറുതും അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിമുട്ടിപ്പോകുന്നൊരു ഭരണവിരുദ്ധ വികാരമല്ല ഇപ്പോഴുള്ളത്. സത്യത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം വിലക്കയറ്റം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ അല്ല. തൊട്ടടുത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ ശബരിമല വിഷയം, PM ശ്രീ പദ്ധതി, ഇതൊക്കെ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന, ഈ മാസങ്ങൾക്കുള്ളിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങളാണ്. അതുപോലെ ആരോഗ്യവകുപ്പ് തകർന്നു നിൽക്കുകയാണ്. ആശുപത്രിക്ക് പോയവൻ്റെ മുകളിൽ ആശുപത്രി കെട്ടിടം തന്നെ ഇടിഞ്ഞു വീണ് രോഗികൾ മരിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ സർവ്വ മേഖലകളിലും LDF സർക്കാർ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിൽ കുറച്ചെങ്കിലും അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും ഭരണവിരുദ്ധ വികാരം മനസ്സിലുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, അംജദ് സൂചിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ആളുകൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഏത് പാർട്ടിയിലാണെങ്കിലും ഒന്ന് കണ്ണു ചുമ്മി അങ്ങോട്ട് സഹായിക്കും എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടി അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരു മെൻ്റൽ അവസ്ഥ ഉണ്ടാവണം ഈ നാട്ടിലെ വോട്ടേഴ്സിന്. അങ്ങനെ നോക്കുമ്പോൾ UDF അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ BJPക്ക് അധികാരത്തിൽ കൊണ്ടുവരാനല്ല, BJPക്ക് ഒരു വോട്ട് കൊടുക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ മണ്ണിൽ ഒരു വോട്ടർ തീരുമാനിക്കാൻ വേണ്ടി UDFിലേക്ക് നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, എന്താണ് UDFിലുള്ള ഒരു പോസിറ്റിവിറ്റി? ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്രിസ്റ്റൽ ക്ലിയറായി പറയാൻ പറ്റുന്നില്ല. ഇവിടെ പറഞ്ഞ തിരുവനന്തപുരത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് മധ്യ കേരളത്തിൽ വരുമ്പോൾ രണ്ടായി മാറുന്നു, വടക്കൻ കേരളത്തിൽ പോകുമ്പോൾ 2ഉം 3ഉം കഷണങ്ങളായി മാറുന്നു. അല്ല, അത് എനിക്ക് തോന്നുന്നു അത് മാധ്യമ സൃഷ്ടി ആയിരിക്കാം അതിലൊക്കെ ഒരുപാടുള്ളത്. കാരണം ഒരു മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരുപാട് മുഖ്യമന്ത്രിക്ക് യോഗ്യരായവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ എടുത്തു നോക്കിയാൽ CPMന് ഒറ്റ പിണറായി വിജയനെ കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ പോയാൽ ആര് എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ, കേരളത്തിലെ കോൺഗ്രസ്സിന് VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, അതുപോലെ മുരളീധരൻ, വേണമെങ്കിൽ ഒരു പക്ഷേ ശശി തരൂർ, ഇവരെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഒരാളെ ഉയർത്തിക്കാട്ടാൻ അത് ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കാത്തിടത്തോളം കാലം, നടപടിയൊന്നും വരാത്തിടത്തോളം കാലം അദ്ദേഹം കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കുറച്ചു കാലം മുൻപ് വരെ അദ്ദേഹത്തിൻ്റെ പേരും സജീവമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ. അതിപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ പറയുന്നത് ഇപ്പോൾ UDFന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതല്ല, ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ ഉള്ളത്. അതിൻ്റെ ഒരു സെക്കൻഡ് വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അസമിലും കേരളത്തിലും ഒരേ സമയത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇടത്തും വലത്തും ഇരിക്കുന്ന 2 പേരാണ്. ഒന്ന് ഗൗരവ് ഗൊഗോയും മറ്റൊന്ന് KC വേണുഗോപാലും. 2 പേരും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 സംസ്ഥാനങ്ങളുടെ ആളുകളാണ്. ഗൗരവ് ഗൊഗോയിയെ അസം പിടിക്കാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. ശക്തനായ 43 വയസ്സുകാരനായ ഒരു നേതാവ്, അദ്ദേഹത്തിന് അത് പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം 100% അത് പിടിച്ചെടുക്കാനുള്ള 40%-ഓളം മതന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഗൗരവ് ഗൊഗോയി പോയി എല്ലാവരെയും, ഇന്ന് 11ഓ 12ഓ രാഷ്ട്രീയ പാർട്ടികളായി മതന്യൂനപക്ഷങ്ങൾ മാറിയിരിക്കുന്ന അസമിൽ അത് ഏകോപിപ്പിച്ച് പിടിച്ചെടുക്കാനുള്ളൊരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് അയച്ചത്. അതുപോലെ തന്നെ മറ്റൊരു കഴിവ് KC വേണുഗോപാലിനും ഉണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി വിശ്വസിച്ചുവോ ഇല്ലയോ, രാഹുൽ ഗാന്ധിക്ക് KC വേണുഗോപാലിനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ബന്ധം അന്വേഷിച്ച് ഇങ്ങോട്ട് അയക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അയച്ചില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒന്നിലധികം നേതാക്കന്മാർ അതിലുണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ 100% പവിയായിട്ടും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ അംഗീകരിക്കുന്നു. അതിൽ തന്നെ എനിക്കൊരു ചോദ്യം, ഒരു പക്ഷേ കരുണാകരന് ശേഷം AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിരുന്നതിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇടപെടാൻ, ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു നേതാവായി KC
വളർന്നു കഴിഞ്ഞു. അതെ. കെ സി പറയുന്നുണ്ട്, ഞാൻ ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴക്കാരനല്ല അദ്ദേഹം, യഥാർത്ഥത്തിൽ കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരനാണ്. ആലപ്പുഴയുടെ ജനമനസ്സിലാണല്ലോ കുറേ നാളുകളായിട്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലാണ് എന്ന് പറയുമ്പോഴും ഈ കെ സിയെ കുറിച്ച് വി ഡി സതീശനോട് മാധ്യമങ്ങൾ മൈക്ക് നീട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൻസർ ഇല്ലാതെ ബോഡി ലാംഗ്വേജിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഈ നിർണായക ദിവസങ്ങളിൽ വി ഡി തിരിഞ്ഞു നടന്നു പോവുകയാണ്. അതെ. നേതൃബാഹുല്യം എന്ന് പറയുന്നതിനെ പോസിറ്റീവായിട്ട് പവിയേട്ടൻ പറഞ്ഞ പോലെ എടുക്കാൻ യു ഡി എഫിന് സാധിക്കുന്നില്ല, എക്കാലത്തെയും പോലെ തന്നെ. നേരെ മറിച്ച് പിണറായി വിജയന്റെ കാലം തീരും വരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ അച്യുതണ്ടിനെ പോസിറ്റീവായി കാണിക്കാൻ ഇപ്പോഴും ആ കേഡർ പാർട്ടിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹത്തെ തിരുത്താൻ ആളില്ലാത്തൊരവസ്ഥയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിൽ തകരാൻ പോകുന്നതും. അത് തിരുവായിക്ക് എതിർവായി ഇല്ലാത്ത തരത്തിൽ രാഷ്ട്രീയ നേതാവായി മാറിയാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ പാർട്ടിക്ക് വന്നു ചേരും. അത് യഥാർത്ഥത്തിൽ CPM ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. പിണറായി വിജയൻ ഇല്ലെങ്കിൽ ഈ പാർട്ടി ഇല്ല എന്നുള്ള ഒരു തരത്തിലേക്ക് എത്തിയത് ഇപ്പോൾ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ പാർട്ടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കാൻ ആളില്ലാത്ത തരത്തിൽ നമുക്കറിയാം, ഇനി പോയാൽ ഒരുപാട് പറയാനുണ്ട്. PK ശ്രീമതി, അതുപോലെ K രാധാകൃഷ്ണൻ, അങ്ങനെ MA ബേബി, ഇങ്ങനെയുള്ള നേതാക്കന്മാരെയെല്ലാം ഒരു വെട്ടിനിരത്തിയ പോലെ പലയിടത്തേക്ക് മയക്കുകയാണ്. ഏറ്റവും നല്ല ദേവസ്വം ബോർഡ് മന്ത്രി ഒക്കെ, അല്ല ദേവസ്വം വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന രാധാകൃഷ്ണനെ ആ വലിയ വിഷയത്തിൽ ഇടപെടാതിരിക്കാനും ഒരു ഭാവിയിൽ ഒരു എതിർപ്പ് ഇല്ലാതിരിക്കാനും വേണ്ടി അദ്ദേഹത്തെ ലോകസഭയിലേക്ക് അയച്ചു. അതുപോലെ തന്നെ ശൈലജ ടീച്ചറെ ഒതുക്കി നിർത്തി. എല്ലാം അതേ തരത്തിലുള്ള ഒരു നീക്കമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പിണറായി വിജയന് പാർട്ടിയേക്കാളും അധികാര സ്ഥാനങ്ങളിൽ തൻ്റെ സ്വന്തം ആളുകൾ ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയാണ്. എൻ്റെ പോയിന്റ് എവിടെയാണെന്നറിയോ പവിയേട്ടാ, നമ്മൾ ഒരു പാർട്ടി ഒരു ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയത്ത്, ഫോർ എക്സാമ്പിൾ നിയമസഭ, ലാസ്റ്റ് നടന്ന നിയമസഭാ സമ്മേളനം നമുക്കെടുക്കാം. അവിശ്വാസ പ്രമേയത്തിനായി കൊണ്ടുവന്ന ഓരോ പ്രമേയങ്ങളും അവതരിപ്പിക്കുമ്പോഴും CPM ഒറ്റക്കെട്ടായി, LDF ഒറ്റക്കെട്ടായി അതിന് അനുവാദം കൊടുക്കുന്ന ഒരു സംഭവം. അതേപോലത്തെ ഒരു ബോഡി ലാംഗ്വേജാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പൊതുവായി നിൽക്കേണ്ട സമയത്ത്, പൊതുവായി പാർട്ടിയെ ഒരു സ്ഥലത്ത് ഷോക്കേസ് ചെയ്യേണ്ട സമയത്ത് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി കാണിക്കേണ്ട ഉത്തരവാദിത്ത ബോധമാണോ ഈ 10ാം വർഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ UDF കാണിക്കേണ്ടതെന്നുള്ളതാണ്. കോൺഗ്രസ്സിന് പഠിക്കാൻ UDFിൽ തന്നെ ലീഗുണ്ട്. നോക്കൂ, പാണക്കാട് തങ്ങൾ എന്ന് പറയുന്ന കൊടപ്പനക്കൽ തറവാട്ടിൽ ലീഗിനെ അടച്ചിടണ്ട. ആ ലീഗ് വയ്ക്കുന്ന ഒരു കേഡർ സംവിധാനമുണ്ട്. തങ്ങളെഴുത്തുന്നൊരു കാര്യം പറഞ്ഞാൽ, കുഞ്ഞാപ്പയിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും, നമുക്കറിയാം AK ബാലനൊക്കെ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇറങ്ങി ഇങ്ങനെ നടന്നു വരുമ്പോൾ മീഡിയ വണ്ണ ഏതൊരു ചാനൽ പോയിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന് വെമ്പുവാണ് ഇങ്ങനെ പറയാനായിട്ട്. അപ്പോഴും കടിച്ചമർത്തി കേഡർ സംവിധാനത്തിൻ്റെ, ആ കേഡർ പാർട്ടിയുടെ യഥാർത്ഥ അകത്തളങ്ങളിൽ നിന്നിട്ടാണ് ഇറങ്ങി കരഞ്ഞുകൊണ്ട് പോകുന്നത്. പറയാൻ പറ്റാത്ത. നേരെ മറിച്ച് ഇതേപോലെ തന്നെയാണ് ലീഗിനെയും പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പോൾ ലീഗിൻ്റെ ഇടപെടൽ, UDFിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ, ആ ഒരു പക്വമായ ഇടപെടൽ, ഇതൊന്നും കണ്ടുപഠിക്കാതെ ഇപ്പോഴും 10ാം വർഷം നിൽക്കുമ്പോഴും 10 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നോ ഭരണം വിട്ടുകൊടുക്കുമ്പോഴുള്ള UDF. നോക്കൂ, എങ്ങും അടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് വേണ്ടിയുള്ള അടിയാണ്. ഇനി നേതൃബാഹുല്യം എന്ന് പറഞ്ഞ് അത് ദാരിദ്ര്യമല്ല, വലിയ രീതിയിലുള്ള അനുഭവ സമ്പത്താണ് എന്ന് പറഞ്ഞ് പവിയേട്ടൻ പറയുമ്പോഴും ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിക്കാൻ പറ്റാത്തതുപോലെ തന്നെയാണ് ഓരോ MLA കാൻഡിഡേറ്റിനെയും കണ്ടെത്താൻ ആ പാർട്ടിയിൽ. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തി ഞങ്ങൾ ഒരു പടി മുമ്പിലാണ് എന്ന് പറയുമ്പോഴും അതിനെ അത്ഭുതത്തോടെയാണ് രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. അല്ലാതെ ആ പാർട്ടി എവിടെയോ എത്തിപ്പെട്ടു, എവിടെയോ മെച്ചപ്പെട്ടു എന്നൊരു ബോഡി ലാംഗ്വേജ് കൊടുക്കാൻ ഇപ്പോഴും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല. ശരിയാണോ അല്ലേ? അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് 2 തലങ്ങളിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. നമ്മൾ പറഞ്ഞു വെച്ചത് നേതാവില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചതാണ്. ഇപ്പോൾ നമ്മൾ നേരിടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. എനിക്ക് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പടി മുന്നിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളത് ഇപ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ളതിൻ്റെ തമ്മിൽ തല്ലോ അല്ലെങ്കിൽ അവർ നന്നാവാനോ ഒക്കെ ഒരു 3-4 മാസം സമയമുണ്ട്. ഇതാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കുന്നതും നമ്മൾ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ വിജയമനുസരിച്ചാണ്. പ്രധാനമായും 6 കോർപ്പറേഷനുകളാണുള്ളത്. കോർപ്പറേഷൻ പിടിച്ചാൽ അത്
അവർ ജയിച്ചു എന്നുള്ളൊരു തരത്തിലാണ് സംഭവങ്ങൾ. 14 ജില്ലാ ശരിക്കും പഞ്ചായത്ത് നിയമസഭയിലേക്കുള്ള ദിശാസൂചിക സൂചികയാണത് ഒരു നഗരം നൽകുന്നത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അത് കിട്ടിയോ, ഏത് ജില്ല കിട്ടി, അങ്ങനെ നോക്കാറില്ല. പക്ഷേ കോർപ്പറേഷനാണ് ആദ്യമായി വിലയിരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 6 കോർപ്പറേഷനുകളിൽ 5ഉം LDFിൻ്റെ കൈകളിലാണുള്ളത്. അതിൽ തിരുവനന്തപുരവും കോഴിക്കോടും കൊല്ലവും LDFിന് ഒരിക്കലും നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത കോർപ്പറേഷനുകളാണ്. എറണാകുളവും തൃശ്ശൂരും ചെറിയ കൈപ്പിഴ, അല്ലാതെ ഗ്രൂപ്പിസം കൊണ്ട് തന്നെ നശിപ്പിച്ചത് UDF നശിപ്പിച്ചത്, പ്രത്യേകിച്ച് കോൺഗ്രസ് നശിപ്പിച്ച 2 കോർപ്പറേഷൻ അത് തിരിച്ചു പിടിക്കുമെന്ന് പറയുമ്പോഴും ബാക്കിയുള്ള 3-ൽ തിരുവനന്തപുരത്ത് നടത്തിയ മുന്നേറ്റം അത് ഇത്തവണ വലിയ മുന്നേറ്റം തന്നെയാണ്. അതിൽ ഒരു സങ്കുചിത മനോഭാവം അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടി എന്നൊന്നും അദ്ദേഹം തന്നെ പറയുന്നില്ല. ശബരിനാഥൻ തന്നെ 2 കൈയും നീട്ടി സ്വീകരിച്ചത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു അധിപൻ, ഒരു നാഥൻ ആയി മാറാൻ എനിക്ക് ഒരു അവസരം നൽകിയത് പാർട്ടിയോട് ഞാൻ അത്രയും കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിതാവ് ജി കാർത്തികേയൻ എൻ്റെ പ്രവർത്തന മണ്ഡലം അതിൽ എൻ്റെ കയ്യൊപ്പും കൂടി ചാർത്തണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നൊരു യുവാവ്, ഒരു യുവത്വത്തിൻ്റെ പ്രതീകം. അദ്ദേഹം അത് തിരഞ്ഞെടുക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് തിരുവനന്തപുരം നഗരം വലിയ രീതിയിൽ അഴിമതി, മറ്റുള്ള പല പ്രശ്നങ്ങളിലും നീറി നിൽക്കുന്ന ഒരു സംഭവം, ഒരു നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷനാണ്. അവിടെ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം. ശബരിനാഥൻ്റെ നേതൃത്വത്തിൽ നല്ല മുന്നേറ്റം, മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു തരം രാഷ്ട്രീയ നീക്കം, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ വിജയിച്ചു വരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് വളരെ ശക്തമായ ത്രികോണ മത്സരം, അതിൽ 1-ാം സ്ഥാനത്ത് CPM എങ്ങാനും തഴയപ്പെട്ടാൽ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞാൽ 2-ാം സ്ഥാനത്ത് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന BJP ഇപ്പോൾ വളരെ മോശാവസ്ഥയിലാണ് തിരുവനന്തപുരത്തുള്ളത്. 2 കൗൺസിലർമാർ അല്ലെങ്കിൽ 2 നേതാക്കൾ ആത്മഹത്യ ചെയ്തു, 3-ാമത്തെ ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഇതൊക്കെയാണ് നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPയെ ആർക്കും അതായത് വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ നിൽക്കുന്നു പ്രതിപക്ഷമായ BJPയെ. CPM പല പ്രശ്നത്തിലും ഇടപെട്ട് എത്രയോ വിമത സ്ഥാനാർത്ഥി, ദേശാഭിമാനിയുടെ ചീഫ് തന്നെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഒരു വാർഡിൽ. അങ്ങനെ 3-4 വിമത സ്ഥാനാർത്ഥികൾ തന്നെ പാർട്ടി പദവികളിലുള്ളവരുണ്ട്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം CPM BJPയും വളരെയധികം പ്രതിരോധത്തിലും, അവിടെ എന്തോ ഭാഗ്യം കൊണ്ട് UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നല്ല മുന്നേറ്റവും നടത്തുകയാണ്. ഒരു കോർപ്പറേഷൻ CPMൻ്റെ കയ്യിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ഉള്ള ഒരു കോർപ്പറേഷൻ, വെറും 10 സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് ശക്തമായൊരു ത്രികോണ മത്സരത്തിലൂടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ, അതായത് കേവല ഭൂരിപക്ഷം 51 സീറ്റോ 52 സീറ്റ് വേണം, അത്ര കിട്ടിയില്ലെങ്കിലും ത്രികോണ മത്സരത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാൽ തന്നെ തിരുവനന്തപുരം ഭരിക്കുകയും കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയും ചെയ്താൽ, തിരുവനന്തപുരം ജയിച്ചാൽ കേരളം ജയിക്കും എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്തെ ഒരു ദിശാസൂചിക എന്ന് പറയുന്നത് നിയമസഭയിലേക്കുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കോൺഗ്രസ്സിലും UDFിലും ശക്തമായി ഇത്തവണ സംഭവിച്ചാൽ ഒരു സംശയം വേണ്ട, ഇനി 10 സ്ഥാനാർത്ഥിമാരും ചിഹ്നം വിളിച്ചാലും അതിനെയൊക്കെ മറികടന്ന് UDFിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നും CPMന് തൽക്കാലമൊന്നും അതിൽ നിന്നും മുക്തമാകാൻ കഴിയില്ല എന്നുമുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്.